കുടിശ്ശികയുള്ള SSK ഫണ്ട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് വീണ്ടും കത്തയച്ച മന്ത്രി വി ശിവൻകുട്ടി. പ്രപ്പോസൽ സമർപ്പിച്ചിട്ടും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ് കത്ത്. കുടിശ്ശിക ഇനത്തിൽ 1158 കോടിയാണ് സംസ്ഥാനത്തിന് ലഭിക്കാനുള്ളത്. വിജിനുണ്ട് വിവരങ്ങൾ നൽകാനായി. വിജിൻ, വിശദാംശം. അജി, PM-3 പദ്ധതിയിൽ ഒപ്പിട്ടാൽ മാത്രമേ SSKയുടെ ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ നൽകൂ എന്നുള്ള വാശിയായിരുന്നു കേന്ദ്ര സർക്കാർ തുറന്നുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് സംസ്ഥാന സർക്കാർ PM-3യിൽ ഒപ്പിട്ടത്. വീണ്ടും CPIയുടെ എതിർപ്പൊക്കെ പരിഗണിച്ചുകൊണ്ട് ഈ PM-3 മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് സർക്കാർ നിലവിൽ കത്ത് നൽകിയിട്ടുണ്ട്. അതിനിടയിലാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വീണ്ടും SSKയുടെ ഫണ്ട് അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് കേന്ദ്രമന്ത്രിക്ക് വീണ്ടും നൽകിയിരിക്കുന്നത്. കുടിശ്ശികയായിട്ടുള്ള തുക അനുവദിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രപ്പോസൽ നേരത്തെ കേന്ദ്ര സർക്കാരിന് പലതവണയായി സമർപ്പിച്ചിട്ടുള്ളതാണ്. കുടിശ്ശികയായി ഇനി ആകെ ലഭിക്കാനുള്ളത് 1158 കോടി രൂപയാണ്. ഇതിൽ നേരത്തെ സുപ്രീം കോടതി ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ അധ്യാപകരുടെ ഹർജിയിൽ അവരെ സ്ഥിരം നിയമിക്കണം എന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയെ തുടർന്നാണ് 92.41 കോടി രൂപ SSKയുടെ ആ ഇനത്തിൽ സംസ്ഥാന സർക്കാർ നൽകിയത്. അതിൽ ഇനി 17 കോടി രൂപ കൂടി സംസ്ഥാനത്തിന് ലഭിക്കാനുണ്ട്. ഈ തുകയും കേന്ദ്ര സർക്കാർ ഇതുവരെ നൽകിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് നിലവിൽ മുഴുവൻ വിഹിതവും അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കേന്ദ്രമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നത്. ശരി, വിജിനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും.